നമസ്കാരം. നാവിൽ വന്നുപോയൊരു പിഴവ് മൂലം വരം ശാപമായി മാറിയൊരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. കുംഭകർണൻ. ദേവന്മാരെ ജയിക്കാനായി നിർദേവത്വം ആഗ്രഹിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്തു കുംഭകർണൻ. ഈ തപസ്സിൽ പേടിച്ചുപോയ ദേവന്മാർ സരസ്വതി ദേവിയോട് പറഞ്ഞ് നിർദേവത്വം എന്നതിന് പകരം നിദ്രാവത്വം എന്നാക്കി മാറ്റി. അത് ഇന്ദ്രാസനം എന്നത് നിദ്രാസനമാക്കി എന്നും കഥയുണ്ട്. എന്തായാലും കുംഭകർണൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇത് കണ്ട് പരിഭ്രമിച്ചു പോയ ജ്യേഷ്ഠൻ രാവണൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ഇതിലെന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു കൊടുക്കണമെന്ന്. അങ്ങനെ ബ്രഹ്മാവ് നിത്യ ഉറക്കത്തിലേക്ക് പോയ കുംഭകർണന് 6 മാസം ഉറക്കവും 6 മാസം ഉണർവും എന്ന് വരത്തിൽ ഇളവ് ചെയ്തു കൊടുത്തു. ഇന്ന് കുംഭകർണനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമസ്കാരം. അപ്പോൾ കുംഭകർണൻ്റെ കഥയിലൊരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ കേട്ടല്ലോ. കുംഭകർണനെ കുറിച്ച് പറയുമ്പോൾ മഹാഭാഗവതത്തിലൊരു കഥയുണ്ട്. അത് ഇവർ ജയവിജയന്മാർ എന്നു പേരുള്ള 2 പേരായിരുന്നുവെന്നും രാവണനും കുംഭകർണനും. അവർക്ക് മഹാവിഷ്ണുവിൻ്റെ കോപമുണ്ടായിട്ട് അവരെ ശപിച്ച് രാക്ഷസന്മാരാക്കി. അവരാദ്യം ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും ജനിച്ചു. അതിനുശേഷം അവരെ മഹാവിഷ്ണു തന്നെ നിഗ്രഹിച്ചു. അതിനുശേഷം അവർ രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു എന്നൊരു ഐതിഹ്യം അല്ലെങ്കിൽ അങ്ങനൊരു കഥ ശ്രീ മഹാഭാഗവതത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു പശ്ചാത്തലമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. കാരണം ഇത്തരം കഥകൾ രാവണനെ സംബന്ധിച്ചും കുംഭകർണനെ സംബന്ധിച്ചും ഒക്കെയുള്ള നിരവധി കഥകൾ പല പുരാണങ്ങളിലായാലും മറ്റു പല രാമായണങ്ങളിലായാലും പല തരത്തിൽ പ്രചാരത്തിലുണ്ട്. ഈ വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലാണ്, ഉത്തരരാമായണത്തിലാണ് ശരിക്കും ഇവരുടെ ഈ ഉൽപ്പത്തിയെക്കുറിച്ചും ഈ തപസ്സിനെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ബ്രഹ്മാവിൽ നിന്ന് പുലസ്ത്യൻ, പുലസ്ത്യനിൽ നിന്ന് വിശ്രവസ്, വിശ്രവസിൽ നിന്ന് രാവണനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും. ഇതാണ് ആ വംശാവലി. അപ്പോൾ വിശ്രവസ് ആദ്യം ഇളവിള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അതിലാണ് കുബേരൻ ജനിക്കുന്നത്. പിന്നെയാണ് രണ്ടാമത് കൈകസിയെ വിവാഹം കഴിച്ചിട്ട് അതിൽ 4 മക്കൾ ജനിച്ചു. നമ്മൾ നേരത്തെ ആ കാര്യമൊക്കെ പറഞ്ഞു. അതിൽ നിന്നാണ് കുംഭകർണൻ ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ ശാപത്തിൻ്റെ കഥ പറഞ്ഞല്ലോ. അപ്പോൾ ആ ശാപകഥ കൊണ്ട് അദ്ദേഹത്തിന് 6 മാസത്തിൽ ഉറക്കവും 6 മാസത്തിലൊരിക്കൽ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറി. കുംഭകർണനെ നമ്മൾ ആദ്യം കാണുന്നത് ഹനുമാൻ വന്നിട്ട് ലങ്കാദഹനം നടത്തി ലങ്ക മുഴുവൻ താറുമാറാക്കി കഴിഞ്ഞിട്ട് ഒരു രാജസദസ്സ് വിളിച്ചു കൂട്ടി. ഹനുമാൻ പോയതിന് ശേഷം ഒരു രാജസദസ്സ് വിളിച്ചു കൂട്ടി. ഈ ഹനുമാൻ്റെ വരവിനെക്കുറിച്ച് ഒരു വാനരൻ വന്ന് ഈ ലങ്കയെ തകർത്ത് കളഞ്ഞതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് കുംഭകർണൻ ആദ്യമായി സംസാരിക്കുന്നത്. കുംഭകർണൻ അദ്ദേഹത്തിന് ഉറങ്ങാനായി ഒരു വിശിഷ്ടമായ മന്ദിരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രാവണൻ പ്രത്യേകമായി ഒരു മന്ദിരം തീർത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു മന്ദിരം. ആ മന്ദിരത്തിലാണ് ഉറക്കം. ഹനുമാൻ വന്ന് ലങ്കാദഹനം നടത്തിയതിന് ശേഷം കുംഭകർണൻ ഈ കൂടിയ സദസ്സിൽ വെച്ച് പറയുന്നുണ്ട്, ഈ സീതയെ അങ്ങ് അപഹരിച്ചുകൊണ്ട് വന്നത് അങ്ങയുടെ മാത്രം ഒരു കൃത്യമാണ്. അത് പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങയുടെ മാത്രം ഒരു കൃത്യമാണ്. അതുകൊണ്ട് അങ്ങ് ആ കൃത്യം ചെയ്തത് ഒട്ടും നന്നായില്ല. പക്ഷേ അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാവും. വിഭീഷണൻ പോയതുപോലെ ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല, പക്ഷേ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രാമസേതു ബന്ധനമൊക്കെ നടക്കുന്നത്. ആ സമയത്ത് കുംഭകർണൻ വീണ്ടും ഉറങ്ങാൻ പോയി. കാരണം ഇവരറിയുന്നില്ലല്ലോ, അങ്ങനെ ഒരു പ്രത്യാക്രമണം പിന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരാക്രമണം ലങ്കയിൽ ഉണ്ടാവില്ല എന്ന് ഒരു ധാരണ ഉണ്ടായി അവർക്ക്. അപ്പോൾ അവർ ഈ കുംഭകർണൻ ഉറങ്ങാൻ പോയി. കുംഭകർണൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞിട്ടാണ് രാമരാവണ യുദ്ധം ആരംഭിക്കുന്നത്. സേതുബന്ധനം കഴിഞ്ഞ് അവരിവിടെ എത്തി രാമരാവണ യുദ്ധം ആരംഭിക്കുന്നു. രാവണൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ പലരും മരിക്കുന്നു. പ്രഹസ്തനൊക്കെ മരിച്ചു പോകുന്നു യുദ്ധത്തിൽ. അപ്പോൾ രാവണനൊരു പരാജയ ഭീതി ഉണ്ടാവുന്നു. രാവണൻ്റെ പരാജയ ഭീതി ഉണ്ടായിട്ട് ആണ് കുംഭകർണനെ ഉണർത്താൻ പറയുന്നത്. കുംഭകർണനെ ഉണർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം ആളുകളെ അയക്കുന്നു. അപ്പോൾ അത് വാൽമീകി രാമായണത്തിലെ വളരെ ദീർഘമായ ഒരു വർണ്ണനയാണ്. ഈ കുംഭകർണനെ ഉണർത്താൻ ആളുകൾ ചെല്ലുന്നത്. എത്രയോ മഹാമേരു പോലെ ജന്തുക്കളുടെ ശരീരങ്ങളും പിന്നെ വലിയ കുന്ന് ചോറുമൊക്കെ വെച്ചിട്ട് ഈ രാജാക്കന്മാർ ഇയാളുടെ നെഞ്ചത്ത് വലിയ വലിയ ഗദകളും മുസലങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇയാളെ ഇടിക്കുക, വലിയ ചിഹ്നം വിളിക്കുക. ഭയങ്കര ഒരു വലിയ വർണ്ണനയുണ്ട് അതിനെ സംബന്ധിച്ച്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഉണരുന്നില്ല. അവസാനം ഇവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് ഉണരുന്നത്. അപ്പോൾ ഉണരുമ്പോൾ ഇയാളുടെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, കുംഭകർണൻ്റെ കൂർക്കം വലി കൊണ്ട് ഈ നിൽക്കുന്ന ആളുകൾക്ക് ബാലൻസ് കിട്ടുന്നില്ല, അവർക്ക് സന്തുലിതാവസ്ഥ കിട്ടാതെ അവർ ആടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണരുമ്പോൾ
വലിയ കോട്ടുവായിട്ടിട്ടാണ് ഉണരുന്നത്. ഉണർന്നു കഴിഞ്ഞിട്ട് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കണ്ടിട്ട് ആദ്യം ഈ വിശപ്പോടുകൂടി അതെല്ലാം കഴിച്ചിട്ട് അദ്ദേഹം പറയുന്നു, എന്തോ ലങ്കയ്ക്കൊരു ആപത്തുണ്ടായിട്ടാണ് എന്നെ ഉണർത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരിക്കലും ജ്യേഷ്ഠൻ എന്നെ ഉണർത്തില്ല. എന്താണ്, ദേവന്മാർ ആക്രമിച്ചോ ഇവിടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദാനവന്മാരുമായിട്ട് യുദ്ധമുണ്ടായോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഈ അനുചരന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ ശ്രീരാമൻ ഇവിടെ ആക്രമിക്കാൻ വന്നു, ആക്രമണം നടക്കുകയാണ്, വലിയ നേതാക്കന്മാരൊക്കെ നമ്മളുടേത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ കുംഭകർണൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരെ പോയിട്ട് ഈ വാനരന്മാരെ എല്ലാം ഭക്ഷിച്ച് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കൊന്നിട്ട് ഞാൻ ജ്യേഷ്ഠനെ കാണാമെന്ന് പറയുമ്പോൾ അത് പോരാ, അല്ലാതെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് കുംഭകർണനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന രംഗം, കൊണ്ടുപോയി കഴിഞ്ഞുള്ള സംഭാഷണം നമ്മൾ കുംഭകർണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു സാധാരണ ധാരണ തിരുത്തുന്നതാണ്. അപ്പോൾ കുംഭകർണൻ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു കഥാപാത്രമായിട്ട് രാമായണത്തിൽ വളരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ കുംഭകർണനെ ഉണർത്തി രാജാവിൻ്റെ അടുത്തേക്ക് കുംഭകർണൻ നടന്നു വരുമ്പോൾ പുറത്തു നിൽക്കുന്ന വാനര സൈന്യത്തിനും ശ്രീരാമനും എല്ലാവർക്കും കുംഭകർണനെ കാണാം. അപ്പോൾ ഇയാളുടെ ഈ എന്താണ് ആയസഭുജവും ആയതമായിട്ടുള്ള കായവും എല്ലാം കണ്ടിട്ട്, ഇയാളുടെ ഈ ശരീരം കണ്ടിട്ട് വാനരന്മാരൊക്കെ പേടിച്ചോടാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ മഹാഭുജം കണ്ടിട്ടും വലിയ ആകാരം കണ്ടിട്ടും ഭീമാകാരമായിട്ടുള്ള ശബ്ദം കേട്ടു അലറിക്കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പിന്തിരിഞ്ഞോടി. അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നുണ്ട്, ഈ വരുന്ന മഹാഭീമാകാരൻ ആരാണ്, ഇയാൾ ആരാണ്, ഇങ്ങനൊരു സത്വത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ വിഭീഷണൻ പറയുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. പക്ഷേ ദേവന്മാർക്കെല്ലാം ഇയാളെ വലിയ ഭയമാണ്. ഏതാക്രമണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്, മറ്റൊന്നും നോക്കാതെ ആക്രമിക്കുന്ന ആളാണ്, മഹാഭീകരനാണ്. അതുകൊണ്ട് അങ്ങിപ്പോൾ ചെയ്യേണ്ടത് ഈ വാനരന്മാരോട് പറയേണ്ടത് ഇതൊരു അസുരനാണെന്നല്ല, ഇതൊരു യന്ത്രമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പേടിയാവും. ഇതൊരു യന്ത്രമാണ്, ഇതിനെ അങ്ങനെ ഈ രാവണൻ തുറന്നു വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിഭീഷണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാവണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. രാവണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാവണൻ ചോദിക്കുന്നു, നീ ഇത്ര കാലം എന്തൊരുറക്കമാണ്, ഇവിടെ ഈ ആപത്തെല്ലാം ഉണ്ടായിട്ട് നീ ഉണർന്നു വന്നില്ലല്ലോ, എന്തൊരുറക്കമാണ് നിനക്ക്, ഇങ്ങനെ ഉറങ്ങാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് രാവണൻ അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ രാജാവിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിഭീഷണൻ രാവണനോട് പറയുന്നു, അല്ലയോ മഹാരാജാവ്, ഇതിനു മുമ്പുള്ള കൂടിയാലോചനയിലും നമ്മൾ അങ്ങയോട് പറഞ്ഞതാണ്, ഇത് അങ്ങ് ചെയ്തത് ഒരു പാപകർമ്മമാണ്, ഇത് ശരിയല്ലാത്തൊരു കാര്യമാണ് അങ്ങ് ചെയ്തത്. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത് ഈ പാപകർമ്മത്തെ തിരുത്താനുള്ള നിരവധി അവസരങ്ങൾ അങ്ങേക്കുണ്ടായിരുന്നു, പക്ഷേ അങ്ങത് ചെയ്തില്ല. ഒരു രാജാവിനും അത് ഭൂഷണമല്ല. നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നമുക്ക് താനേ വന്നു ചേരും. ഇപ്പോൾ ആ ഫലമാണ് കടൽ കടന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ദീർഘമായി രാജധർമ്മത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഭാഷണം തന്നെ കുംഭകർണൻ രാവണനോട് നടത്തുന്നുണ്ട്. അപ്പോൾ രാവണൻ വല്ലാതെ പരിഭവിച്ചിട്ട് കുംഭകർണനോട് പറയുന്നത്, നീ എൻ്റെ സഹോദരനാണ്, നീ ഈ സമയത്ത് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആളല്ല, എൻ്റെ ന്യായാന്യായങ്ങളെ തീരുമാനിക്കേണ്ട ആളല്ല, നീ കഴിയുമെങ്കിൽ എന്നോടൊപ്പം നിന്നിട്ട് യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിക്കുകയും നീ എനിക്ക് സീതയെ നേടിത്തരികയും ചെയ്യുക. ഇതിനിടയ്ക്ക് രാവണൻ്റെ ഒരു മന്ത്രി ഒരു വളഞ്ഞ വഴി ഉപദേശിക്കുന്നുണ്ട്. സീതയെ എങ്ങനെയാണ് ഒരു വ്യാജ കർമ്മം നിർവഹിച്ച് സീതയെ തെറ്റിദ്ധരിപ്പിച്ച് രാവണൻ അധീനയാക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ കുംഭകർണൻ അയാളെ വളരെ ഗൗരവത്തോടുകൂടി ശാസിക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല, അങ്ങനെയുള്ള വ്യാജ കർമ്മങ്ങളൊന്നും ചെയ്യരുത്, നമ്മൾ ആണെ പോലെ നേരിട്ട് യുദ്ധം ചെയ്യണം, നമ്മളങ്ങനെ യുദ്ധം ചെയ്ത് വേണ്ടത് സ്വീകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആണ് കുംഭകർണൻ യുദ്ധത്തിനിറങ്ങുന്നത്. യുദ്ധത്തിനിറങ്ങുമ്പോൾ നമ്മൾ വാൽമീകി രാമായണത്തിലെ യുദ്ധവർണ്ണന എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളെയും കാണിച്ചുകൊണ്ടാണ് യുദ്ധവർണ്ണന നടക്കുന്നത്. ആ യുദ്ധം നടത്തുമ്പോൾ കുംഭകർണനുമായിട്ടുള്ള കുംഭകർണൻ അനേകം വാനരന്മാരെ സംഹരിക്കുകയും അവരെ ഭക്ഷിക്കുകയും കുടഞ്ഞെറിയുകയും ആയുധങ്ങളൊക്കെ നിഷ്പ്രഭമാവുകയും പിന്നെ കുംഭകർണൻ്റെ അയക്കുന്ന വേലൊക്കെ ഹനുമാൻ പിടിച്ചൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ആ യുദ്ധത്തിൽ നടക്കുന്നുണ്ട്. യുദ്ധം നമുക്ക് വർണ്ണിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മളുടെ പരിമിതിയിൽ നിൽക്കാത്തത്ര വലുതാണ് ആ യുദ്ധവർണ്ണന. അപ്പോൾ ആ യുദ്ധത്തിൽ വെച്ച് അവസാനം ശ്രീരാമൻ്റെ അമ്പേറ്റാണ് കുംഭകർണൻ മരണമടയുന്നത്. കുംഭകർണൻ എന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് നമ്മൾ ഉറക്കത്തിനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും പറയുക കുംഭകർണ സേവ ചെയ്യുന്നു എന്നാണ്. കുംഭകർണ സേവ ONV സാറിൻ്റെ ഒരു കവിതയിൽ കുട്ടിയെ ഉണർത്തുന്നതിന് പറയുമല്ലോ, ഉണ്ണി കുംഭകർണ നീ കൺ തുറന്നോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുംഭകർണൻ ഉറക്കത്തിൻ്റെ മാത്രം ഒരു പര്യായവും ഉണർന്നാൽ വലിയ വിശപ്പിൻ്റെ ഒരു പര്യായവും ഈ ഭീമാകാരമായ ശരീരത്തിൻ്റെ മാത്രം ഒരു വർണ്ണനയിലും പലപ്പോഴും കഥകളിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ രാമായണത്തിൽ കുംഭകർണൻ സ്വപ്രത്യയ സ്ഥൈര്യമുള്ള
അഭിപ്രായ സ്ഥിരതയുള്ള ഒരന്യായം കണ്ടാൽ അന്യായമാണെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ താൻ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് ആ ഭാഗത്തോട് അങ്ങേയറ്റം സത്യസന്ധമായി പെരുമാറുകയും താൻ തൻ്റെ തെറ്റ് കൃത്യമായി അവിടെ പറയേണ്ട സ്ഥലത്ത് അഭിപ്രായം പറയുകയും എന്നിട്ട് എന്താണോ തനിക്ക് അവിടെ വിഹിതമായിട്ടുള്ള ധർമ്മം ആ ധർമ്മം നിർവഹിക്കുകയും ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ഒരാളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുംഭകർണനിൽ നിന്ന് നമുക്ക് അത്തരമൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. അല്ലാതെ അത് വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒരു കഥാപാത്രമല്ല രാമായണത്തിൽ. രാവണൻ്റെ ഒരു അനുജൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് ഉറങ്ങി ഉണർന്ന് അങ്ങനെ, അത് മാത്രമല്ല രാമായണത്തിൽ അത് ഒട്ടും ഒരു വിനോദ സമ്പ്രദായത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തുള്ളലിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കഥകളിലൊക്കെ അങ്ങനെ കുംഭകർണൻ ഒരു വിനോദോപാധിയായി തീർന്നിട്ടുണ്ട്. പക്ഷേ വാൽമീകി രാമായണത്തിൽ കുംഭകർണൻ ഒരു വിനോദോപാധിയല്ല, പകരം അത് അങ്ങേയറ്റം ശക്തമായിട്ടുള്ള മനുഷ്യൻ്റെ നമ്മൾ അനുവർത്തിക്കേണ്ട ചില ഗുണങ്ങളെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ നിലയിൽ വേണം നമ്മൾ കുംഭകർണനെ കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ വീണ്ടും കാണാം. അകംപുറം കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നമസ്കാരം. നമസ്കാരം.